ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിപ്പിന്റെ ഹാലലൂയ. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിപ്പിന്റെ ഹാലലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം കാലഘട്ടങ്ങളൊക്കെ കർത്താവിന്റെ വരവിന്റെ സൂചനയായി പല സഭകളും നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളതൊന്നും അത്ര കാര്യമായി എടുക്കുന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഓർക്കണമേ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കാൻ ഹല്ലേലൂയ ലോകം സുവിശേഷം അറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സുവിശേഷം സർവ്വ ശിശുക്കളും സുവിശേഷം അറിയിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ആകാശത്തിന് കീഴിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ. മറ്റൊരു ചരിത്രത്തിലും രക്ഷകന്റെ ഒരു പേര് കാണാനില്ല. രക്ഷകൻ എന്ന് പറഞ്ഞ് മറ്റൊരു നാമം കാണാനില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, അവൻ രക്ഷകനാണ്, അവൻ രക്ഷിക്കുന്നവനാണ്. മാനവരാശി രക്ഷിക്കാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. സ്വർഗ്ഗം വെടിഞ്ഞ് ദൈവം എന്ന് പോലും ചിന്തിക്കാതെ, ഹല്ലേലൂയ, സ്വർഗ മഹിമ വെടിഞ്ഞ് കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യവംശത്തിന്റെ പാപമോചനത്തിനായിട്ടായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പാപം ചെയ്ത് നശിച്ചു പോകാതിരിക്കുന്നതിനായി, ഹല്ലേലൂയ, മാനവരാശി രക്ഷയ്ക്കായി കർത്താവ് യേശു, ഹല്ലേലൂയ, ഭൂമിയിലേക്ക് മനുഷ്യനായി രൂപം കൊണ്ടു. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരു രക്ഷയില്ല ഭൂമിയിൽ മനുഷ്യരുടെ യേശു എന്നൊരു നാമമല്ലാതെ മറ്റു നാമമില്ല. ഹല്ലേലൂയ. കാലം തിരിഞ്ഞിരിക്കും. ദൈവരാജ്യം സംഭവിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മോചനം കൊടുത്ത കർത്താവ് ഇന്നും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. ജഡരക്തമായി നമ്മളോടൊപ്പം ഇന്ന് വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ രീതികളും നമ്മുടെ നടപ്പും പോക്കും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ദൈവം കാണുക തന്നെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ, ദൈവമക്കളെ, അല്ലെങ്കിൽ മാനവരാശിയെ അവൻ സ്വർഗത്തിൽ നിന്ന് കീഴോട്ട് കുനിഞ്ഞു നോക്കുന്നുണ്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്നേഹിച്ചും ആനിച്ചും നന്മ ചെയ്തും ശത്രുവിൽ പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകണമെന്നാണ് കർത്താവ് യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ പലപ്പോഴും അനുസരിക്കാതെ വരുന്നവര്. ഹല്ലേലൂയ. പാപം അനുസരണയില്ലായ്മ പാപത്തിന്റെ ഒരു ഭാഗമാകുക. ദൈവത്തിന്റെ കൽപ്പനകളെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നത് തന്നെ അനുസരണക്കേട്. അതൊരു പാപമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെയ്യരുതാത്ത നമ്മൾ ചെയ്യുന്നതും പാപത്തിൽപ്പെടുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ആദ്യ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്ന നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോൾ പല വിഷയങ്ങളും നമുക്ക് ഉടലെടുക്കാറുണ്ട്. നമുക്കറിയാമെന്ന് മനുഷ്യവംശത്തെ എടുത്തു നോക്കിയാൽ മനുഷ്യന്റെ തീരാത്ത പ്രശ്നങ്ങൾ ധാരാളമായി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളാണ് മനുഷ്യർ. ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ വേണം മനുഷ്യനെന്ന് വളരെ വിഷമത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യവംശത്തിന്റെ പ്രശ്നങ്ങൾക്കും ആ പരിഹാരങ്ങൾക്കുമായി, ഹല്ലേലൂയ, കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നു തന്നെ. ഹല്ലേലൂയ. ഓർക്കണമേ, മറ്റൊരു രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരുവൻ മാത്രം. യേശുവിനെ കർത്താവെന്ന് വാഗോട്ട് ഏറ്റുപറയുകയും അവനെ ദൈവ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, മനുഷ്യവംശത്തിന്റെ എല്ലാ പാപപരിഹാരം, അതുപോലെ തന്നെ മനുഷ്യന്റെ എല്ലാവിധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഇന്ന് ഹല്ലേലൂയ ഉപവാസം ഇരിക്കുന്നു, അതുപോലെ സമരം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ ചർച്ചകൾ നടത്തുന്നു. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ യാതൊരു തന്നെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല, കഴിയത്തുമില്ല. ഹല്ലേലൂയ. എന്നാൽ കഴിയുന്നവൻ ഒരുവനുണ്ട്, അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരുവൻ യേശുവാണ്, യേശു മാത്രമാണെന്ന് പറയുന്നതാണ് ഞങ്ങൾക്കൊന്നുകൂടെ എളുപ്പം. അറിയാം, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കുന്ന എല്ലാവിധമായ പ്രശ്നങ്ങൾക്കും, ഹല്ലേലൂയ, ബന്ധുക്കാർക്കോ സ്വന്തക്കാർക്കോ ഒന്നും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ, നിയമങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വന്നപ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിഹാരം കണ്ടെത്താൻ വന്നപ്പോൾ ഒരുവനുണ്ട്,
അവനെ ആശ്രയിച്ചു, അവന് പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, കാലം തികഞ്ഞിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുക, സുവിശേഷിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശു എന്നൊരു നാമമല്ലാതെ മറ്റു നാമമില്ല. ഞങ്ങൾ പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഹല്ലേലൂയ. മറ്റൊരു പേരില്ല. മനുഷ്യരെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് അവന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിഹാരങ്ങൾ അവൻ മാത്രമാണ്. പരിഹരിക്കപ്പെടുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, നമ്മൾ മറന്നു പോകരുത്. വെറും നിസ്സാരമായിട്ട് നമ്മൾ കട നോക്കി നമുക്കൊരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യരെ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യരെ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെയും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്ന് ദൈവം നോക്കി കാണുന്നുണ്ട്. ഹല്ലേലൂയ. അറിയാമല്ലോ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ ആയിരിക്കുന്നു. ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധി. ഹല്ലേലൂയ. മരണത്തിന് ശേഷം ഒന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എത്തിപ്പെട്ടായിട്ട് വരും. ഹല്ലേലൂയ. അതിന് മാറ്റമില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാം ചുമ്മാ നിസ്സാരമായിട്ട് പറയും, ഓ സ്വർഗമൊന്നുമില്ല, അല്ലെ നരകമില്ല, അല്ലെ ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ വിളിച്ച് പറയാറുണ്ട്. ഹല്ലേലൂയ. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഓർക്കണമേ, നമ്മളിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നു, ഇത് നമ്മുടെ ആരോഗ്യത്തോടെ നടക്കുന്നു. ഒരു രോഗശൈലിയായി പോകുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞു വീഴുമ്പോൾ, കാലുകയോ ഒടിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമ്പോൾ നമ്മൾ ദൈവമേ എന്ന് വിളിച്ചു പോകാറുണ്ട്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മൾ അവിടെ വിളിച്ചു പോകും, ദൈവമേ ഞാൻ എന്ത് തെറ്റിയിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ. ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ജീവനോട് നമ്മൾ നടക്കുമ്പോൾ, ആരോഗ്യത്തോടെ നടക്കുമ്പോൾ, നമുക്ക് അധ്വാനിക്കാൻ ആരോഗ്യം തന്നപ്പോൾ, നമുക്ക് അധ്വാനിക്കാൻ ബലം തന്നപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകുന്നു. ഹല്ലേലൂയ. അതാണ് ഓർക്കേണ്ടത്. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൃഷ്ടികർത്താവിനെ അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ച് വീണു പോകുമ്പോഴല്ല, നമ്മൾ കിടന്നു പോകുമ്പോഴല്ല, രോഗം വന്ന് തളർന്നു കിടക്കുമ്പോഴല്ല. ഹല്ലേലൂയ. ഒരു ഡോക്ടർക്കോ ഒരു ഹല്ലേലൂയ ആർക്കെങ്കിലും പരിഹരിക്കാൻ കഴിയാത്തവണ്ണം ആയിരിക്കുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടത്. ഹല്ലേലൂയ. അവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ അവിടെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള നിയമങ്ങൾ അവനെ അനുസരിക്കണമെന്നും അവനെ അന്വേഷിക്കണമെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മളത് ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ കൽപ്പനകളെ മാനിക്കുക, അവന്റെ കൽപ്പനകളെ നമ്മൾ നിവർത്തിക്കുന്നുവെങ്കിൽ, അവന്റെ കൽപ്പനകളെ മാനിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും പറയാം, നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്, അതിനൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ നമുക്ക് പറയാം. കൂട്ടുകാർ കൂടി ചേർന്നിരിക്കുമ്പോൾ നമുക്ക് പറയാമോ, ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും, ഇതിനൊന്നും വലിയ കാര്യങ്ങളൊന്നും എങ്ങനെ ചുമ്മാ അവർക്ക് തോന്നിട്ട് വിളിച്ചു പറയുന്നത് നമ്മൾ വിളിച്ചു പറയും. പക്ഷെ എന്നാൽ ഓർക്കണമേ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യരെ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മരണത്തിന് ശേഷം ഹല്ലേലൂയ അവന്റെ ആത്മാവ് ഹല്ലേലൂയ അതെങ്ങോട്ട് പോകുന്നു? നരകത്തിലേക്കാണോ? ഹല്ലേലൂയ. ഇപ്പോൾ നമുക്ക് തീരുമാനിക്കാം, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ, അതാണ് പറഞ്ഞത്, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവൻ തന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. നല്ലതായാലും തീയതായി. എന്താണ് ഒരു മനുഷ്യൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എത്തിപ്പെട്ടായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ. നമ്മൾ വെറുതെ ഇത് കരുതുന്നതൊക്കെ, നിസ്സാരമെന്ന് കരുതുന്നതൊക്കെ, അല്ലെങ്കിൽ നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെയും നിസ്സാരമല്ല. ഹല്ലേലൂയ. വെറുതെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അല്ലത്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണമേ, നമ്മൾക്ക് ലഭിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ പാലിക്കാൻ ഭൂമിയിലെ നിയമങ്ങളുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്കൂളിൽ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നിയമം, ഭൂമിയിൽ നമുക്കൊരു നിയമം, ഹെൽമെറ്റ് വെക്കാത്തതിന് ശിക്ഷ നമുക്ക്. ഹല്ലേലൂയ. ചെറിയ ശിക്ഷ. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ ഹല്ലേലൂയ മനുഷ്യരെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം. എന്തെല്ലാം കൽപ്പിച്ച് അവനെ ആക്കി വെച്ചിരിക്കുന്നുവോ, അവനെ എന്തെല്ലാം കൽപ്പിച്ച് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നുവോ അതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ, അതാണ് ഒരു മനുഷ്യൻ ശരീരത്തായിരിക്കുമ്പോൾ ചെയ്ത നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ എത്തിപ്പെടേണ്ടി വരുമെന്ന് പറയുന്നതിന്റെ കാര്യങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, നമ്മളത് മറക്കരുത്. ഹല്ലേലൂയ. ഭൂമിയിലെ കൊണ്ട് തീരുന്നില്ല നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ്, ദൈവം സൃഷ്ടിച്ച ആത്മാവ് ദൈവത്തിനടുക്കത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഹല്ലേലൂയ അതിന് നല്ല വഴികളുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്. സ്നേഹിക്കുക, മാനിക്കുക, നന്മ ചെയ്യുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നമ്മൾ ശത്രുവിന് വേണ്ടി അവനെ ആട്ടിപ്പൊടിക്കുക ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹവും സന്തോഷവും ഒക്കെ തരുന്ന കർത്താവ് യേശുവാണ്. നമുക്കറിയാമല്ലോ, ഇത് സമാധാനമില്ലാത്ത നാളുകളാണ് നമ്മുടെ ഒക്കെ. ഹല്ലേലൂയ. പല കുടുംബങ്ങളിൽ ഇത് സമാധാനമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളെ ഭയക്കുന്ന മാതാപിതാക്കൾ. ഹല്ലേലൂയ.
അങ്ങനെ പലവിധമായ രീതികളാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ, ചിലരൊക്കെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പോലും വളരെ വിഷമിക്കുന്ന അവസ്ഥ കൊണ്ട്, സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്ന മക്കൾ എവിടെ പോകുന്ന പോലും തിരിച്ചറിയാത്തവരുണ്ട്. അവർ വൈകിട്ട് വരുമോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ഹല്ലേലൂയ മാതാപിതാക്കളുണ്ട്. ഹല്ലേലൂയ. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഓർക്കണമേ, കുട്ടികളെ ചെറുപ്പം പോലെ തേനും പാലും ഒഴിച്ചു വളർത്തുന്ന പോലെ, ഹല്ലേലൂയ, അവൻ ആഹാരം കൊടുക്കുന്ന പോലെ വയറ് വരിഞ്ഞു മുറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കുട്ടികളെ ഓറ്റി വളർത്തുന്ന പോലെ വളർത്തുമ്പോൾ നമ്മൾ ഓർക്കണമേ, അവർക്ക് തേനും പാലും കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണമേ, ഹല്ലേലൂയ, അവർക്ക് ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം, അത് ആവശ്യമാണ്. അവർക്ക് വസ്ത്രം കൊടുക്കണം, അത് ആവശ്യമാണ്. അവർ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതെല്ലാം കൊടുക്കുന്ന കൂടെ തന്നെ നമ്മൾ ആ ദൈവസ്നേഹം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്ത കൊണ്ട് അവർ പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ അറിയാമല്ലോ, ഇന്ന് നമുക്കറിയാം, പല ന്യൂസിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മാതാപിതാക്കളെ ഒക്കെയും ഹല്ലേലൂയ പ്രായം ചെന്നവരെയൊക്കെ ചവിട്ടി വെളിക്കളയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്വത്തിന് വേണ്ടി ഹല്ലേലൂയ മക്കളെ മാതാപിതാക്കളെ തല്ലി ഇറക്കുന്ന മക്കൾ, ഹല്ലേലൂയ, ഇന്നറിയാമല്ലോ. എന്തുമാത്രം ഹല്ലേലൂയ മക്കൾ തന്നെ മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു. ഹല്ലേലൂയ. പലവിധമായ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓർക്കണമേ, കുഞ്ഞുനാള് പോലെ ഹല്ലേലൂയ ദൈവസ്നേഹം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ദൈവസ്നേഹം പഠിപ്പിക്കണം. അവരെ കുഞ്ഞുനാള് പോലെ ആഹാരം കൊടുക്കുന്നതോടുകൂടി തന്നെ അതിലെ വലുതായി തന്നെ ദൈവസ്നേഹത്തെ കുറിച്ച് ദൈവത്തെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവർ വളർന്നു വരുന്നതാകുമ്പോൾ, ഹല്ലേലൂയ, പഴമൊഴി കേട്ടുണ്ടല്ലോ, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലമുണ്ട്. ഹല്ലേലൂയ. അവർ ദൈവസ്നേഹത്തോടുകൂടി വളർന്നു വരുന്നതാകുമ്പോൾ അവർ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയില്ല. മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ അവരെ കൈക്ക് പിടിച്ച് നടത്തും. കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ കുട്ടികളെ കൈക്ക് പിടിച്ച് നടത്തുപോലെ തന്നെ ഹല്ലേലൂയ വലുതാകുമ്പോൾ, കുഞ്ഞുങ്ങൾ വലുതാകുമ്പോൾ മാതാപിതാക്കളെ അവർ കൈക്ക് പിടിച്ച് നടത്തും. അവർക്ക് ആഹാരം കൊടുക്കും, അവർക്ക് വസ്ത്രം കൊടുക്കും, അവരെ ഇറക്കി വിടത്തില്ല, അവരെ തല്ലിക്കൊല്ലത്തില്ല. അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ ആ ദൈവ സ്നേഹത്തിലൂടെ എടുക്കും. ഹല്ലേലൂയ. നശിച്ചു പോകാനല്ല കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. മാനവരാശി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു രക്ഷയുടെ പേര് അവർ വന്നത്. ഹല്ലേലൂയ. ഓർക്കണമേ, അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മാനവരാശി രക്ഷയ്ക്കായി യേശുവിന്റെ നിർനാമമല്ലാതെ മറ്റു നാമമില്ല എന്ന് പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഹല്ലേലൂയ. ഓർക്കണമേ, അങ്ങനെ നമ്മൾ ഹല്ലേലൂയ നമുക്ക് ദൈവത്തിലുള്ള സ്നേഹം നമ്മൾ കളയരുത്. പ്രശ്നങ്ങൾക്ക് പരിഹാരകൻ അവനാണ്. മനുഷ്യവംശത്തിന്റെ എല്ലാ വിധമായ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ അവൻ തന്നെയാണ്. ഹല്ലേലൂയ. അവന് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ, മറ്റാർക്കും പരിഹരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതുവരെയും നമ്മൾ എങ്ങനെ നടന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ഇതുവരെയും ഹല്ലേലൂയ നമുക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നടന്നു. എന്നാൽ ഇപ്പോൾ മാനസാന്തരപ്പെടുക. എന്നാൽ ഇപ്പോൾ നല്ല സമയമാണ് മാനസാന്തരപ്പെടുവാൻ. സമയം തക്കത്തിന് ഉപയോഗിക്കുക, മാനസാന്തരപ്പെടുവാൻ നല്ല സമയമാണിത്. ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ രക്ഷിക്കട്ടെ. കർത്താവിന് മാത്രമേ നിങ്ങൾ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. വേദനിക്കുന്നവര്, പ്രയാസമുള്ളവര്, രോഗം ബാധിച്ചവര്, കടത്താൽ ഭാരപ്പെടുന്നവര് ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ആ കർത്താവിന്റെ ആ വലിയ സ്നേഹം അനുഭവിച്ച് അതിലൊക്കെ അവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിടുതലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശത്തായിരിക്കുന്ന എല്ലാവരെയും ദൈവം കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.